ഹലോ, വീട്ടിൽ തന്നെ നമുക്കൊരു കിഡിലും ഫേഷ്യൽ ചെയ്യാം. അതിന് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു ഉരുളക്കിഴങ്ങും ഒരു തക്കാളിയാണ്. ഒരു വലിയ തക്കാളിയാണെങ്കിൽ ഇതേപോലെ അതിൻ്റെയും പകുതിയും കൂടി ആക്കിയിട്ട് വെക്കുക കേട്ടോ. എൻ്റെ അടുത്ത് വലിയ തക്കാളി ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. നിങ്ങളുടെ അടുത്ത് ചെറുതാണുള്ളതെങ്കിൽ നേർപകുതി 2 മതി. പിന്നെ വേണ്ടത് ഇതേപോലെ 2 ചെറിയ ഉരുളക്കിഴങ്ങും കൂടി എടുക്കുക. പിന്നെ ഒരു പാത്രത്തിലേക്ക് 1 ടേബിൾ സ്പൂണ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ പകുതി എടുത്ത് വെച്ച തക്കാളിയിലേക്ക് പഞ്ചസാര മുക്കിയിട്ട് മുഖത്ത് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ മുഖത്ത് എന്തെങ്കിലുമുള്ള എല്ലാ, അതായത് ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് പോലെയുള്ള എല്ലാം പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ മുഖത്തുള്ള എല്ലാ അഴുക്കുകളും പോയി മുഖം നല്ല ക്ലീൻ ആവാൻ വേണ്ടിയിട്ട് സഹായിക്കും. 2 മിനിറ്റ് മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ കഴുകാണ്ട് തുടച്ച് കളയുക കേട്ടോ. കുറച്ച് നല്ല രീതിയിൽ തന്നെ ഒന്ന് തുടച്ച് കളഞ്ഞതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ച പകുതി ഉരുളക്കിഴങ്ങും ഇതേപോലെ തന്നെ പഞ്ചസാരയിൽ മുക്കി ഒന്ന് മസാജ് ചെയ്യുക. ഇതും 2 മിനിറ്റ് നന്നായിട്ട് മുഖത്ത് മസാജ് ചെയ്ത് കൊടുക്കണം. 2 മിനിറ്റ് നന്നായിട്ട് തന്നെ മുഖത്ത് മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് ഇതൊന്ന് വെക്കുക കേട്ടോ. മുഖത്ത് തന്നെ വെക്കുക. അതായത് ഈ ഉരുളക്കിഴങ്ങും പഞ്ചസാരയും വെച്ചിട്ട് നമ്മൾ സ്ക്രബ് ചെയ്ത ആ ഒരു നനവുണ്ടല്ലോ, അത് 10 മിനിറ്റ് ഒന്ന് മുഖത്ത് വെക്കുക. അതിനുശേഷം തുടച്ച് കളഞ്ഞതിന് ശേഷം വീണ്ടും നമ്മൾ ഈ പൊട്ടാറ്റോ ഉപയോഗിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം. തക്കാളി ഉപയോഗിച്ചിട്ട് ഒറ്റ പ്രാവശ്യം മസാജ് ചെയ്താൽ മതി. പൊട്ടാറ്റോ ഉപയോഗിച്ചിട്ട് ഒരു 2 പ്രാവശ്യം കൂടി ഒന്നും കൂടി 2 മിനിറ്റ് മസാജ് ചെയ്ത് കൊടുത്തിട്ട് അതും അതേപോലെ തന്നെ ഒരു 2 മിനിറ്റ് മുഖത്തേക്ക് വെക്കുക കേട്ടോ. 2 മിനിറ്റ് മുഖത്തേക്ക് വെച്ചതിന് ശേഷം തുടച്ച് കളഞ്ഞതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒരു നനഞ്ഞ തുണിയോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് തുടച്ച് കളയുക കേട്ടോ. അപ്പോൾ ഇത് ഞാനൊന്ന് തുടച്ച് കളയുന്നുണ്ട്. അതിന് ശേഷം ജസ്റ്റ് ഒന്ന് കഴുകിയെടുക്കുക. നനഞ്ഞ തുണി ഉപയോഗിച്ചിട്ട് ഒന്ന് തുടച്ച് കളഞ്ഞതിന് ശേഷം ജസ്റ്റ് ഒന്ന് കഴുകുക. സോപ്പിട്ടിട്ടൊന്നും കഴുകണ്ട കേട്ടോ, ജസ്റ്റ് വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കുക. ഇനി നമ്മൾ നേരത്തെ ബാക്കി വെച്ച ഒരു പകുതിയും കൂടി ഉണ്ടല്ലോ തക്കാളീൻ്റെ, അതിൻ്റെ നീര് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തെടുക്കുക. അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലഷെല്ലാം അതിൽ വീണിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്പൂണ് കൊണ്ടൊന്ന് ഉടച്ചെടുക്കുക കേട്ടോ. നമുക്ക് തക്കാളീൻ്റെ നീരാണ് വേണ്ടത്. നല്ല പഴുത്ത തക്കാളിയെല്ലാം ആണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുമ്പം തന്നെ അതിൻ്റെ നീര് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. എൻ്റെ അടുത്തുള്ള തക്കാളി കുറച്ച് പഴുപ്പ് കുറവായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പിഴിഞ്ഞപ്പോൾ അതിൻ്റെ ഫ്ലഷും കൂടി വന്നത്. അപ്പോൾ അത് നല്ലോണം ഒന്ന് ഉടച്ചെടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ ബാക്കി വെച്ച ആ ഒരു പകുതി പൊട്ടാറ്റോ ഉണ്ടല്ലോ, അതൊന്ന് ചിരകി അതിൻ്റെ നീരും കൂടി എടുക്കുക. അതായത് ടൊമാറ്റോൻ്റെ നീരും അതേപോലെ തന്നെ പൊട്ടാറ്റോൻ്റെ നീരുമാണ് നമുക്ക് വേണ്ടത്. അതിലേക്ക് 1 ടീസ്പൂണോളം കടലപ്പൊടിയും അതുപോലെ തന്നെ 1 ടീസ്പൂണോളം അരിപ്പൊടിയും ഇട്ട് കൊടുക്കുക. അരിപ്പൊടി ഒരിക്കലും ദരിദ്രിപ്പിൾ ഇട്ട് കൊടുക്കാൻ പാടില്ല. അതിലേക്ക് ഞാൻ 2 ടീസ്പൂൺ പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പാലിന് പകരം നിങ്ങൾക്ക് തൈര് വേണമെങ്കിൽ യൂസ് ചെയ്യുക. തൈരാണ് കുറച്ചും കൂടി നല്ലത് കേട്ടോ. അതിനുശേഷം നന്നായിട്ട് ഇളക്കി ഇത് നല്ലൊരു ഫേസ് പാക്കിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയിൽ ആക്കിയെടുക്കുക. ഇത് അധികം ലൂസായി പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടിയും കടലമാവിട്ടിട്ട് നിങ്ങൾക്കൊന്ന് ടൈറ്റാക്കി എടുക്കുക. അധികം ടൈറ്റായി പോവുകയും ചെയ്യേണ്ട, അധികം ലൂസായി പോവുകയും ചെയ്യേണ്ട. കറക്റ്റ് ഒരു കൺസിസ്റ്റൻസിയിൽ, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ റെഡിയാക്കി എടുക്കുക. അതിനുശേഷം നമ്മൾ സ്ക്രബ് ചെയ്ത് ക്ലീൻ ചെയ്ത ഫേസിലേക്ക് നല്ല രീതിയിൽ തന്നെ ഇതൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. നിങ്ങൾക്കൊരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ, അതായത് ഒറ്റ യൂസ് തന്നെ മുഖം നല്ലൊരു തിളക്കം വരാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ ഒരു ഫേസ് പാക്ക് അടിപൊളിയാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഈ സ്ക്രബ് 2 മിനിറ്റ് സ്ക്രബ് ചെയ്യലും അതേപോലെ പൊട്ടാറ്റോ വെച്ച് സ്ക്രബ് ചെയ്തിട്ട് 10 മിനിറ്റ് വെക്കലെല്ലാം നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അതൊന്നും സ്കിപ്പ് ചെയ്യരുത്. അതുപോലെ തന്നെ അവസാനം ഈ ഒരു ഫേസ് പാക്ക് ഇട്ടതിന് ശേഷം അറ്റ്ലീസ്റ്റ് ഒരു 25 മിനിറ്റെങ്കിലും നിങ്ങളിത് ഫേസിലേക്ക് വെക്കണം. അല്ല ഡ്രൈ ആകുന്നത് വരെ വെയിറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സമയമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡ്രൈ ആകുന്നത് വരെ വെയിറ്റ് ചെയ്യുക. പിന്നെ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. കടലമാവും അതേപോലെ തന്നെ അരിപ്പൊടിയും കുറച്ച് കസ്തൂരി മഞ്ഞൾപ്പൊടിയും കൂടി ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. അതിനുശേഷം ഇതൊന്ന് കഴുകുന്ന ആ ഒരു സമയത്ത് തന്നെ മുഖത്ത് നല്ലൊരു ഗ്ലോ നിങ്ങൾക്ക് ഉണ്ടാവും. ആഴ്ചയിൽ വെറും 2 പ്രാവശ്യം മാത്രം നിങ്ങളിത് ചെയ്യാമെന്നാണെങ്കിൽ നിങ്ങൾക്ക് ഒരു മാസമെല്ലാം അത് നിങ്ങൾ കണ്ടിന്യൂസ് ചെയ്യാമെന്നാണെങ്കിൽ മുഖത്ത് വലിയൊരു മാറ്റം തന്നെ വരുത്തിയെടുക്കാൻ സാധിക്കും. ഞാൻ അപ്ലൈ ചെയ്ത കൈയും ചെയ്യാത്ത കൈയും തമ്മിലുള്ള ആ ഒരു തിളക്കം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ വേണ്ടി മറക്കരുത്. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.